ചില കാര്യങ്ങളിൽ പി ജയരാജന് കുറച്ച് ദീർഘവീക്ഷണമുള്ളതായിട്ട് അറിയാം. ഇക്കാര്യത്തിൽ അങ്ങനെ വന്നതായിരിക്കാനാ വഴി അല്ലേ രാഹുൽ? അത് അദ്ദേഹം പറയാതെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് വാർത്തയാകില്ല, അത് ജയരാജൻ പറഞ്ഞുകൊണ്ട് അതൊരു ചർച്ചയായി. അത് അദ്ദേഹം പലതും പറഞ്ഞ് പലതും വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്, പലതും നിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്, നിങ്ങൾക്കറിയാലോ. അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുന്നില്ല, അതൊന്നും ചേർത്ത് വായിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുന്നില്ല. പിന്നെ അതിനു മുമ്പ് ഒരു ബൈ ഇലക്ഷനിൽ VS KK രമയെ കാണാൻ, പാറശാല തെരഞ്ഞെടുപ്പ് നടക്കുമ്പം KK രമയെ കാണാൻ പോയത് ഓർക്കുന്നില്ല. അപ്പോൾ തെയ്യാറ്റിക്കര തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് അതിപ്പം പി ജയരാജൻ അറിയാതെയോ അല്ലെങ്കിൽ ഒന്നും അത് കൊള്ളേണ്ടടുത്ത് കൊള്ളാനോ എന്താണെന്ന് പറയാം. എന്തായാലും നമ്മളത് പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അവരുടെ പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ലത്. ആ പാർട്ടികൾക്കകത്ത് അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടികൾക്കകത്തെ അതിനകത്ത് പ്രധാനപ്പെട്ട അസ്വാരസ്യത്തിൻ്റെ കാരണം എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ആർക്കും അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ. ഇതിൻ്റെ പ്രശ്നം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ സഹായിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നു. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് നമ്മളുടെ വലിയ തർക്കം. ഇപ്പം പി ജയരാജനെയൊക്കെ വിടൂ. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി നിന്നിരുന്ന ജില്ലയിൽ 1-2 നേതാക്കന്മാരെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണാനേയില്ല. പേരൊന്നും ഞാൻ പറഞ്ഞവരെ ഈ പാർട്ടി ഇപ്പം ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞാൽ ഇന്നയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി അവർക്ക് സമ്മർദ്ദം കൊടുക്കുക, അവർക്ക് സജീവമാകേണ്ടി വരികയും ചെയ്യും. ഞാനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി പി ജയരാജൻ തുറക്ക് പറച്ചിൽ ഒന്നും കേരളത്തിൽ ഒന്നും പേടിക്കേണ്ട എന്ന തരത്തിൽ പി ജയരാജന് പിന്തുണ അറിയിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ സംരക്ഷണം ഒരുക്കുമെന്നാണ് ഒരു കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്ക് അവർ സംരക്ഷണം കൊടുക്കുമെന്ന് ശ്രീ AK ബാലൻ പറയുന്നത് കേട്ടു. പി ജയരാജന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CPM-കാരുടെ സംരക്ഷണം RSS-ഉം RSS-ന്റെ സംരക്ഷണം CPM-ഉം ആണെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ 2 പേരിൽ നിന്നുള്ള സംരക്ഷണമല്ല, ഈ 2 പേരും നടത്തുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള കാവൽ നിൽപ്പ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കാവൽ നിൽപ്പും സംരക്ഷണവും അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അദ്ദേഹത്തിൻ്റെ കട്ടൻ ചായയും പരിപ്പോടെയും കൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഗുണമുള്ളൂ. എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ല, പുസ്തകം ഇറങ്ങട്ടെ. പുസ്തകം ഇറങ്ങുമ്പോൾ എന്തായാലും പി ജയരാജൻ്റെ ആത്മകഥ നിർബന്ധമായും വാങ്ങുകയും വായിക്കുകയും ചെയ്യും, അതുറപ്പാണ്. കാരണം ആ സന്തോഷം കൊണ്ടല്ല, ഞാൻ എല്ലാ പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ പി ജയരാജൻ്റെ ആകുമ്പം ഉറപ്പായും വായിക്കും. അത് CPM RSS ബാന്ധവത്തിൻ്റെ ഒരുപാട് കഥകൾ അദ്ദേഹം തുറന്നെഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. അദ്ദേഹം എത്രമാത്രം തുറന്നെഴുതുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ ബാന്ധവത്തിൻ്റെ രക്തസാക്ഷിത്വ പട്ടം ഭരിക്കേണ്ടി വന്നതും അടക്കമുള്ള വിഷയങ്ങൾ വരേണ്ടി വരും. എന്തായാലും ഇന്നത്തെ ഒരു സംരക്ഷണത്തിൻ്റെ ഇന്നത്തെ വാർത്തകളുടെ ഒരു തലക്കെട്ടായി പോകേണ്ടത് RSS-ൻ്റെ സംരക്ഷണം CPM നേതാക്കന്മാരും CPM നേതാക്കന്മാരുടെ സംരക്ഷണം RSS-ഉം ഏറ്റെടുത്തിട്ടുള്ള കൗതുകകരമായ കാഴ്ച പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുക. ബിനോയ് വിശ്വം ഉൾപ്പെടെ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ തരത്തിലുള്ള പരാമർശങ്ങൾ കെ സുരേന്ദ്രൻ നടത്തിയിരുന്നു. എനിക്കറിയില്ല, ഞാൻ എന്തായാലും ജാവദേക്കറെ കണ്ടിട്ടില്ല, കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവരൊക്കെ കാണുന്നത് എനിക്ക് മനസ്സിലാവാത്ത എന്താ വാർത്ത എന്താ? CPM നേതാക്കന്മാരും BJP നേതാക്കന്മാരും പരസ്പരം കാണുന്ന എന്താ വാർത്ത? ഒരേ മുന്നണി പ്രവർത്തിക്കുന്ന പാർട്ടി ഇപ്പം ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ കാണുന്ന വാർത്തയാണോ? നിങ്ങളങ്ങനെ ദുഷ്ടലാക്കോടുകൂടി സംസാരിക്കരുത്. ഞങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കം നിങ്ങൾ വാർത്ത കൊടുക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം PK ഫിറോസിനെ കണ്ടു, അല്ലെ തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്തയാക്കില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞ് ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല. അവരൊരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിൽ കാണും, ഭക്ഷണം കഴിക്കും, അവർ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അതങ്ങനെ തെറ്റായ അർത്ഥത്തിൽ ദുഷ്ടലാക്കോടുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്കെതിരായിട്ടല്ലേ ചേട്ടാ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPM-ന്റെ ഭാഗത്തുനിന്ന് പി ജയരാജനും ഇപ്പോൾ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടാണോ? ഇതിപ്പോൾ ഇനി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം പോലീസ് നമ്മുടേതായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇപ്പം പിന്നെ കൃഷ്ണദാസ് ഏട്ടൻ നമ്മുടെ ഗൂഢാലോചനയുടെ പാർട്ടായി മാറിയതായിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഗൂഢാലോചനയുടെ പാർട്ടല്ലാത്ത നേതാക്കന്മാരുടെ ഒരു പട്ടിക പുറത്തുവിടാൻ പറഞ്ഞാൽ മതി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അസ്വസ്ഥതകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രത്യയശാസ്ത്രപരമായ അസ്വസ്ഥതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നതിനകത്ത് അസ്വസ്ഥത. ഈ അസ്വസ്ഥതകൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് നിങ്ങൾ ചർച്ചയാക്കാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്യപ്പെടും. ഇതാ കുറേ ദിവസമായിട്ട് ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം
ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഇതൊന്നുമല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവരുടെ അവർക്കെതിരായിട്ടുള്ളൊരു നല്ല വടി കിട്ടി എന്നാൽ എടുത്ത് അങ്ങ് അടിച്ചേക്കാം എന്ന് വിചാരിക്കുന്നൊരു ഇതില്ല. ഞങ്ങൾക്ക് പറയാൻ വിഷയങ്ങളുണ്ടല്ലോ. ഞങ്ങൾക്ക് പറയാൻ ഇവിടുത്തെ നെൽ കർഷകൻ്റെ വിഷയങ്ങളുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ പെൻഷൻ്റെ വിഷയമുണ്ട്. ഇപ്പോൾ ഇന്നലെ നിങ്ങളുടെ മാധ്യമം എന്നോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ 4 അമ്മമാർ വന്നിരിക്കുക. ആ 4 അമ്മമാരിൽ 2 അമ്മമാർക്ക് വീടില്ല, പുതിയ ലൈഫിൽ വീടുകൾ കൊടുക്കുന്നില്ല. ഇതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങൾ. ആ വിഷയങ്ങൾ വെച്ചിട്ട് ജനങ്ങളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്കെതിരായിട്ട് നിൽക്കുന്നത്. അതല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ അത് അവരുടെ മുന്നണിക്കാത്ത കാര്യങ്ങളാണ്, ഒന്നും നമ്മൾ കാര്യമായി എടുക്കുന്നില്ല. ഇന്ന് കൽപ്പാത്തി തേര് വലിക്കാനൊക്കെ പഠിപ്പിച്ചോ സ്ഥാനാർത്ഥിയെ? ഞാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ. അവിടെ തേരല്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ കെട്ടുകാഴ്ചകളുടെയും കെട്ടുരുപ്പിടികളുടെയും നാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ. അപ്പോൾ ഇതൊക്കെ പിടിക്കാനും വലിക്കാനും ഒക്കെ നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കുട്ടിക്കാലം തൊട്ട് നമ്മളിതൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പം അതിൻ്റെ സങ്കല്പങ്ങൾ മാറുന്നു, അതിൻ്റെ ആചാര രീതികൾ മാറുന്നു എന്നതിനപ്പുറം ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലം തൊട്ട് ചെയ്യുകയും ശീലിക്കുകയും ഒക്കെ. കൽപ്പാത്തി തേര അതെ, കൽപ്പാത്തി തേര ആദ്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിൻ്റെയൊക്കെ നാട്ടിൽ നിന്നാണ് ഞാനും വരുന്നത്. ഇനിയുള്ള തേരിനൊക്കെ ഒരുമിച്ച് ഇവിടെ ഉണ്ടാവും.